നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവേട്ട. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച സൗന്ദര്യലഹരിയെ സംബന്ധിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിന് ചെയ്യുന്ന മലയാള തർജ്ജമയെ സംബന്ധിച്ചുള്ള ചർച്ച വലിയ ജനപ്രീതി, പ്രേക്ഷക ശ്രദ്ധ നേടി. അപ്പോൾ പലരും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു അങ്ങയോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാത്രമല്ല, അന്ന് ആ വിളിച്ച് സംസാരിച്ച പല ആൾക്കാരും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ആ സൗന്ദര്യലഹരിയുടെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ കരുതാം. നമ്മൾ മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല ഉദ്ദേശം, പക്ഷേ വസ്തുതകൾ ജനങ്ങൾ അറിയണം. ഇതിൻ്റെ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. അതൊന്നും ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ശങ്കരാചാര്യരുടെ കൃതം അദ്ദേഹമാണ് സൗന്ദര്യലഹരി രചിച്ചതെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. രചിച്ചത് ആരുമാകട്ടെ, പക്ഷേ നമ്മുടെ സംസ്കൃത സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംസ്കൃത പണ്ഡിതന്മാരെന്ന് അഭിമാനിച്ച് നടക്കുന്ന ആൾക്കാർ, മേനി പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ സൗന്ദര്യലഹരി പോലെയുള്ള കൃതികൾ, ഇപ്പോൾ വേദാന്ത കൃതികളുണ്ട്, ഭഗവത്ഗീത പോലെയുള്ള കൃതികളുണ്ട്. അതിൽ സ്തോത്രകൃതികളിൽ പെടുന്ന ഒരു കൃതിയായിട്ടാണ് സൗന്ദര്യലഹരിയെ കരുതുന്നത്. ആ സൗന്ദര്യലഹരിയെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി കാണുന്നില്ല. വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ അതിനെക്കുറിച്ചുള്ള സിമ്പോസിയങ്ങളോ ഒന്നും സംഘടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സൗന്ദര്യലഹരി പോലെയുള്ള കൃതികൾ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത്? സൗന്ദര്യലഹരിയെ നമുക്ക് ഈ ചർച്ച, ഇത്തരം വേദാന്ത സംബന്ധമായ ചർച്ചകളുടെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ സൗന്ദര്യലഹരിയെക്കുറിച്ചുള്ള ചർച്ചയാണെന്ന് പറയാൻ പറ്റില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരി പരിഭാഷപ്പെടുത്തുമ്പോൾ അപ്പം നമ്മുടെ ചർച്ചയിൽ വന്നത് സൗന്ദര്യം ലഹരി, സൗന്ദര്യലഹരിയല്ല, സൗന്ദര്യം ലഹരി ചുള്ളിക്കാട് ഇതായിരുന്നു. ശരിയാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി ചുള്ളിക്കാട്, ഇത് നമ്മുടെ ചർച്ചയിലല്ല. പൊതുവെ ചുള്ളിക്കാട് എന്ന് പറയുമ്പോൾ ശങ്കരവിരചിതമായ സൗന്ദര്യലഹരിയുടെ തർജ്ജമ ചുള്ളിക്കാട്. അപ്പം ആ ഒരു പോയിന്റിലാണ് അപ്പം നിങ്ങൾ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ വളരെ രസകരമായി പല ആൾക്കാരും വിളിച്ച കൂട്ടത്തിൽ ഒരു കലാസാഹിത്യവേദിയുടെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഗംഭീരമായിട്ടുണ്ട് ചർച്ച, ഇങ്ങനെയുള്ള ചർച്ചയാണ് വേണ്ടത്, ഈ ചുള്ളിക്കാടിന് ഇത് ചെയ്യാനുള്ള അർഹത എന്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു പോയിൻ്റ് അങ്ങോട്ടെടുത്തു. അല്ല, മാടമ്പ് കുഞ്ഞുകുട്ടൻ സൗന്ദര്യലഹരിയെക്കുറിച്ചിട്ടൊരു നോവൽ എഴുതിയിട്ടുണ്ട്, സാധനാലഹരി എന്നാണ് പേര്. ഉടനെ പറഞ്ഞു അത് ഗംഭീരായിരിക്കും. ഞാൻ നമ്മുടെ കലാസാഹിത്യവേദിക്കാരൻ ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, താങ്കളത് വായിച്ചിട്ടുണ്ടോ? ഇല്ല, സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പിന്നെ എങ്ങനെ അത് ഗംഭീരാണെന്ന് താങ്കൾക്ക് മനസ്സിലാവും? കുഞ്ഞുകുട്ടൻ എഴുതിയത് കൊണ്ട് ഗംഭീരമാകും എന്നായിരിക്കും. കേവലം വ്യക്തിനിഷ്ഠവും, അതായത് പരിഭാഷ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ചർച്ച വന്നു. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കൊറോണ കാലത്ത് സൗന്ദര്യലഹരി മണ്ഡലി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇവിടെ ഒരുപാട് ഗൂഗിൾ മീറ്റുകളും അതും ഇതും ധാരാളം സ്ത്രീകൾ പഠിക്കാൻ ഇതൊക്കെ വന്ന. അന്നൊന്നുമില്ല, ഒരു വർഷം നീണ്ടു നിന്നു. അന്നൊന്നുമില്ലാത്തൊരു ചർച്ച ഇപ്പോ പൊങ്ങി വന്നിരിക്കുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിനേക്കാൾ ഉപരിയായിട്ട് സൗന്ദര്യലഹരിയും സാഹിത്യ മണ്ഡലവും എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മുടെ ചർച്ച വന്നു. കാരണം ഈ സാഹിത്യം എന്ന് പറയുന്ന വിഷയം പലരും ചോദിച്ചു, നിങ്ങളെ പലരുടെയും പരാമർശിക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചില്ല. നമ്മളെ പരാമർശിക്കുക മാത്രമല്ല, അതിൻ്റെ ചിത്രം, കുമാരനാശാൻ്റെ ചിത്രം അതിൽ കൊടുത്തിരുന്നു. അത് കുമാരനാശാൻ്റെ തർജ്ജമയെക്കുറിച്ച് പരാമർശിച്ചില്ല, ചങ്ങമ്പുഴയെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ താങ്കൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കാര്യം, ഈ സൗന്ദര്യലഹരി പോലെയുള്ള കൃതികൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാകപ്പെടുന്നില്ല? പക്ഷെ അത്
പഠിക്കേണ്ടത് ആവശ്യമാണോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് ചില ആസ്തികന്മാരായ ആൾക്കാർ പറയുന്നത് എന്താ, ഇത് തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ്, മന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ്, അത് എല്ലാവർക്കും പഠിക്കാനുള്ളതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ആ ചോദ്യത്തിൽ വരുന്നൊരു കാര്യം, സനാതനധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ എല്ലാവർക്കും കയറി മേയാനുള്ള ഒരു പുറമ്പോക്ക് സ്ഥലമാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിനകത്ത്. അല്ല, പക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ അവസരം വേണമല്ലോ. അതെ, അവിടെ അതുണ്ടോ? അത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടേതായ എഫർട്ടിൽ അത് പഠിക്കുകയും അവിടെ ആ പ്രയത്നത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ പാടില്ല. പഠിക്കുകയും അതനുസരിച്ച് പരിഭാഷ ഓരോ തവണ പലരും അതിനെക്കുറിച്ച്, ഇതൊരു കാവ്യകൃതിയാണ്. ഈ കാവ്യകൃതിയുടെ ഒരു പ്രധാന കാര്യം ഋഷി കവിയായിരിക്കും, കവി ഋഷിയുമായിരിക്കണം എന്നുള്ള ആ ഉദാത്ത സങ്കല്പത്തിൽ വരുമ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അല്ല, സാധാരണ കവിതകൾ ഇപ്പം കാഫ്ക, കമ്യു, ദെറിദ, സാത്രെ, അതിൻ്റെയൊക്കെ പരിഭാഷ നടത്തേണ്ട ഒരു സംശയവും വരുന്നില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും അത് എന്താണ് ഏതാണെന്ന് എഴുതുന്നവനും അറിയുന്നില്ല, വായിക്കുന്നവനും അറിയുന്നില്ല, പക്ഷെ വിശ്വമഹാകവികളാവുന്നു. പക്ഷെ ഇവിടെ ഭാഷ്യകാരനായ ശ്രീശങ്കരാചാര്യരുടെ കൃതി, അതിപ്പോൾ ഞാൻ സൗന്ദര്യലഹരി അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല, അസമ്മതിക്കാം. പക്ഷേ തെക്കാമ്പാടി മീനാക്ഷിയമ്മയുടെ പുസ്തകം ഞാൻ പണ്ടേ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും വായിച്ചപ്പോൾ ആ തെക്കാമ്പാടി മീനാക്ഷിയമ്മ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഗോവിന്ദാചാര്യരുടെ, അതായത് ശങ്കരാചാര്യരുടെയും ഗുരുവായിട്ടുള്ള അവരുടെ കൃതി സുഭഗോദയം. അത് പരിഭാഷപ്പെടുത്തി കാമകലാവിലാസം, സൗന്ദര്യലഹരിയുടെ വലിയ ഒരു പാർട്ടാണ്, അതിൻ്റെ വലിയ ഉന്നതമായ തലമാണ് ഇവർ. അതും ഒരു സ്ത്രീ 1883 ജനിച്ച് 1961 അവർ മരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീരത്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. തെക്കാമ്പാടിയുടെ മീനാക്ഷികളായ, അതെ, അവരുടെ ആ പുസ്തകം ഈ പറഞ്ഞ പോലെ അർഹിക്കുന്നവർ, ഇത് ആഗ്രഹമുള്ളവർ മാത്രമല്ല, അതിന് അർഹതയുള്ളവർ, യോഗ്യതയുള്ളവർ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനേക്കാൾ ഗംഭീരമാണ് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ഒരു സാധാരണ രീതിയിൽ അതിലൊരു കവിതയുടെ വലിയൊരു പ്രപഞ്ചം അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രധാന പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ഇത് പരിഭാഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും, പരിഭാഷപ്പെടുത്തും, അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് നടക്കാനിറങ്ങും എന്നാണ് കേട്ടത്. ഇതൊരു കേൾവിയാണ്. നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു വീടിൻ്റെ മുന്നിൽ നിൽപ്പായി. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞിട്ട്, നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ഒരു കവി എന്താ ഇങ്ങനെ ഈ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, മോശമല്ലേ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊന്ന്, അദ്ദേഹം ഈ പറഞ്ഞ ബാഹ്യ സൗന്ദര്യം, അങ്ങനെ ഇതിൽ വലിയൊരു ഘടകം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ അപ്പോൾ ആൾക്കാർ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇത് ശരിയല്ല, കാര്യം നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരുടെ സൗന്ദര്യമാണോ ആസ്വദിക്കാൻ നോക്കുന്നത്, ഇത് ബാഹ്യ സൗന്ദര്യമുണ്ട്, ആത്മസൗന്ദര്യവുമുണ്ട്, ആന്തരിക സൗന്ദര്യമുണ്ട്. ഈ ആന്തരിക സൗന്ദര്യം ഉള്ളതുകൊണ്ടാണല്ലോ നോക്കുന്നത്. അത് പക്ഷെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചാലോ? അപ്പം ഈ ഒരു പദം അയ്യങ്ങോട്ട് അടുത്ത സുഹൃത്ത് പറഞ്ഞു, ഇത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു, കാര്യം ഭർത്താവും 2 മക്കളും ഉള്ളവരാണ്. അപ്പം ഇത് കേട്ട ഉടനെ അദ്ദേഹം അസ്വസ്ഥനായിട്ട് നേരെ നടന്നു എന്നാണ് പറയുന്നത്, തൈക്കാട്ട് ശ്മശാനത്തിലേക്ക്. അപ്പം ഈ സുഹൃത്ത് പിന്നാലെ നടന്ന് തൈക്കാട്ട് ശ്മശാനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖം, അത് തനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊരു കേൾവിയാണ്. തിരുവനന്തപുരത്തും മറ്റ് പലയിടത്തൊക്കെയുള്ള ഒരു കേൾവിയാണ്. ഇങ്ങനെ ചില
അപകടങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത് തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ്, വളരെ സൂക്ഷിച്ച് വളരെ ഗുരുമുഖത്തിൽ നിന്നും പരിപ്രശ്നേന സേവയ. ഇപ്പൊ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് വായിക്കുന്നതും ഗൂഗിൾ മീറ്റിൽ കൂടെ ഇത് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ തന്ത്രം എന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോൾ അതിന് ഗുരുവിനൊരു അർഹത വേണ്ടേ, ശിഷ്യർക്ക് അർഹത വേണ്ട. അതല്ലെങ്കിൽ തന്ത്രം കുതന്ത്രങ്ങളായിട്ട് തീരും. അതിന്റെ ദോഷഫലങ്ങളാണല്ലോ നമ്മളിന്ന് കാണുന്നത് പലതും. അരബിന്ദോ ഘോഷ്, കവിയും വിപ്ലവകാരിയുമായ അരബിന്ദോ ഘോഷ് പിന്നീട് യോഗിയായി തീർന്നു. ആ അരബിന്ദോ ഘോഷ് സാവിത്രി എന്ന് പറഞ്ഞൊരു എപ്പിക് പോയം എഴുതിയിട്ടുണ്ട്. അതിൽ അവസാനം പറയുന്നത് സത്യവാൻ, സിംബൽ ഓഫ് ട്രൂത്ത്, വേഡ്സ് സാവിത്രി, സിംബൽ ഓഫ് പ്യൂരിറ്റി, ആൻഡ് ദേ ഓവർകെയിം ഡെത്ത്. മരണത്തെ അതിജീവിച്ചു. എന്തൊരു നോക്കൂ, എത്ര ഒരു വിശാലമായ കാര്യം. ഗൃഹസ്ഥന്മാർ ഈ വെഡ്ലോക്ക് എന്ന് പറയുന്ന ആ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന എന്തിനാണ്? എന്താ, അത് മരണത്തെ പരസ്പരം അതിജീവിക്കുകയാണ്. അങ്ങനൊരു ഉദാത്ത സങ്കല്പ ഉള്ള ആൾക്കാർക്ക് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി എന്നുള്ള ഒരു വിവക്ഷ. അത് എത്രയോ കാലങ്ങളായി എങ്ങനെയും ജീവിക്കാം എന്നുള്ളവർക്കുള്ളതല്ല, എങ്ങനെ ജീവിക്കണം ഒരു വളരെ ഉദാത്തമായ ഒരു ലക്ഷ്യത്തിലേക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെഡ്ലോക്ക് ടേൺഡ് ഔട്ട് ടു ബി ഡെഡ്ലോക്ക്, ബെർണാഡ് ഷോ പറയുന്ന പോലെ. അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങൾ അത് ഒരു മരണപ്പൂട്ടാകാൻ പാടില്ല. ഇത് പഠിച്ചുകൊണ്ട് ഒരു അമൃതത്വത്തെ, മരണത്തിനെ അതിജീവിക്കുന്ന അമൃതത്വത്തിനെ സ്വാംശീകരിക്കാനായിരിക്കണം. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, മനുഷ്യൻ അവൻ്റെ ഔന്നത്യത്തിൻ്റെ മുകളിൽ എത്തുമ്പോഴും അവൻ ചില സന്ദർഭങ്ങളിൽ പെടുന്ന തമോമയ തലങ്ങളിൽ പെടുമ്പോഴുണ്ടാവുന്ന നിസ്സഹായതകൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥയോ അത് യാഥാർത്ഥ്യം എന്താ കേട്ടാ, അതിലെ ആ കഥാപാത്രം അത് നൽകുന്ന സൂചനയും സന്ദേശവും അതാണ്. കാരണം ഇഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന തനിക്കറിയൂ. ഇതിൽ നിന്ന് കവിത, നോവല്, കഥ ഇതൊക്കെ എഴുതാം. പക്ഷെ അങ്ങനെയൊരു അങ്ങനെയൊരു വായിക്കേണ്ട കൃതിയാണോ സൗന്ദര്യലഹരി, പഠിക്കേണ്ട കൃതിയാണോ സൗന്ദര്യലഹരി? ഇതിലേക്കാണ് നമ്മുടെ ചർച്ച പോയത്. എനിക്ക് തോന്നുന്നത് അങ്ങ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വെറുതെ പഠിക്കേണ്ട വെറുമൊരു സ്തോത്രകൃതിയല്ല, അതിനപ്പുറത്തേക്ക് ഒരു സാധന അനുഷ്ഠാനം. ഇത് ഈ അർത്ഥത്തിലേക്ക് എന്തായാലും ഇപ്പോൾ ചർച്ച വന്നു. നേരത്തെ ഇപ്പോൾ വലിയ ഡിസ്കഷൻ നടക്കുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് ഇത് ശങ്കര വിരചിതമോ എന്ന് നിങ്ങൾ പറഞ്ഞു. വലിയ ചോദ്യം അല്ല, കാര്യം അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് വെച്ചാൽ അത് ചോദിക്കുന്നവർ പറയുന്നത് ഭജഗോവിന്ദം പോലെ മോഹമുദ്ഗരം എന്ന് അതിന് പേരുണ്ട്, ശങ്കരാചാര്യ സ്വാമി എഴുതിയത്. അത് എഴുതിയ ഒരാൾ ഈ സൗന്ദര്യലഹരി എഴുതണോ? നിർവാണാഷ്ടകം എഴുതിയ ഒരാൾ ഇത് എഴുതണം. അപ്പോൾ ശങ്കരാചാര്യസ്വാമിയെ പോലെയുള്ള ഒരു മഹാത്മാവിൻ്റെ കവിത്വം അത് നമുക്ക് അളക്കാൻ പറ്റുന്ന അങ്ങനെ ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരനായ പാനോളി സാറിനെ പോലെയുള്ളവർ ഈ ചോദ്യം വളരെ ശക്തമായി ചോദിക്കുകയും ഇതല്ല, ഇത് ശങ്കരകൃതമല്ല എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാരായണ ഗുരുദേവന്റെ കൃതികളിൽ എനിക്ക് തോന്നുന്നു കാളി നാടകം മലർ മങ്കമാരെ കൊണ്ടെന്നെ മയക്കല മഹേഷ, അതാ. അപ്പൊ ശങ്കരാചാര്യസ്വാമി തുടങ്ങുന്നത് നമോനാഥ ബിന്ദുവാത്മികേ നാശഹീനെ നമോ നാരദാദീഡ്യ പാദാരവിന്ദേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കൃതി. ആ കൃതി അതിന്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ മനുഷ്യൻ നേരിടുന്ന പല പ്രശ്നങ്ങൾ, അത് പല പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പട്ടിണി മാത്രമല്ലല്ലോ. അതെ, അല്ലല്ല, പട്ടിണി ഒരു പ്രശ്നം മാത്രമാണ്. അല്ലാതെ അത് തീർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിരവധി മറ്റു പ്രശ്നങ്ങൾ തീർന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നുണ്ട്, മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കുന്നില്ല. അപ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു അത്രേ, മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബട്ടർ ഓൾസോ. അവർക്ക് ബട്ടർ വരെ എത്താൻ പറ്റിയുള്ളൂ.
അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും പറയുന്ന കൃതിയല്ല സൗന്ദര്യലഹരി. അപ്പം അതാണ് ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ചുള്ളിക്കാട് വിവർത്തനം ചെയ്യപ്പോൾ കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൗന്ദര്യലഹരി മണ്ഡലി പോപ്പുലറാക്കാൻ 100,000 പേര് പങ്കെടുക്കുന്ന ഇത് പുത്തിരിക്കണ്ട മൈതാനത്തിൽ നടത്തുമെന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം. പുത്തിരിക്കണ്ട മൈതാനത്തിന് 100,000 പേര് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള സൗന്ദര്യ ഇത് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഇതൊരു വെറുമൊരു ലഹരിയാണ്, പല ലഹരിയെ പോലെ ഒരു ലഹരിയാണ്. അപ്പം ഇത് ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പം നിങ്ങളുടെ വർത്തമാനത്തിൽ മലയാളി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛവും പരിഹാസവും വരുന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയും പിന്നെ പലയിടത്തും അതെ ഒരു കാര്യം എനിക്ക് ആ സന്ദർഭത്തിൽ പറയാനുള്ളത്, ശങ്കരാചാര്യസ്വാമി മുതൽ നാരായണ ഗുരുദേവൻ വരെയുള്ള ഇത് കേരളം ഒരു ശങ്കരനാരായണ ക്ഷേത്രമാകേണ്ടതാണ്. അവിടെയാണ് ഈ വേടനും കാടനും പോലെയുള്ള താരങ്ങൾ, അവരുടെ തെറിയാണ് പാഠങ്ങൾ. അതിനെക്കുറിച്ച് ഇവരെന്ത് പറയുന്നു ഈ ചോദിക്കുന്നവർ? നിങ്ങൾ കേരളം പുച്ഛം പരിഹാസം എന്ന് പറയുമ്പോൾ വേറെ ഏത് അതിനെ മഹത്വവൽക്കരിക്കാനാണ് ഇന്ന് ഞാൻ പറയുന്നപ്പോൾ അങ്ങ് എനിക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്നറിയില്ല. നമ്മുടെ സംസ്കൃത സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ പാഠങ്ങൾ നൽകുന്നവരെയാണിപ്പോൾ പിന്നെ വലിയ താരങ്ങളാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ഈ ഒരു പ്രശ്നം അത് എല്ലാവരും, അതായത് സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ സഹൃദയൻ, സാഹിത്യം, സഹിതഭാവം, സഹൃദയൻ ഇതൊക്കെ പഠിപ്പിക്കേണ്ട സ്ഥലമാണ് അവിടെ സർവകലാശാലയിൽ. അവിടെ അത് മാത്രം പഠിപ്പിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ട് ഈ കേരളത്തിൽ, അതാണ് നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ശങ്കരാചാര്യസ്വാമി ജനിച്ചുവെന്നും ജീവിച്ചുവെന്നും പറയുന്ന കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതവും ദർശനവും കൂടുതൽ ശങ്കിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അത് മലയാളികൾ പ്രബുദ്ധരായതുകൊണ്ടാണോ? പ്രബുദ്ധത കൂടിപ്പോയത് കൊണ്ടാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് മറുപടി ഇപ്പോൾ ഞാൻ താങ്കളോട് സൂചിപ്പിച്ചു, അതിൻ്റെ അവിടെ ശങ്കര സർവകലാശാലയിൽ ശങ്കരാചാര്യസ്വാമികളെ ആദരിക്കാത്ത, അവഗണിക്കുന്ന ആൾക്കാർ പഠിപ്പിക്കുന്നത് ബുദ്ധിപരമായ സത്യസന്ധതയൊന്ന് എഴുതി വെച്ചു നമ്മുടെ ഈ ചാനല്. അത് പ്രശ്നമാവുന്ന കണ്ടപ്പോൾ നമ്മുടെ ഈ സൗന്ദര്യലഹരിയുടെ ചർച്ച വന്നതിന് ശേഷം അവിടെ ഏതോ ക്ലാസ് റൂമിൽ അങ്ങനെയാണ് കേട്ടത്, എഴുതി വെച്ചു. അപ്പം എഴുതി വെച്ചത് ആരാണ്, എന്താണ്, അപ്പം അതൊരു പ്രശ്നമാവുന്നു എന്ന് കണ്ടപ്പോൾ താഴെ എഴുതി വെച്ചു എന്ന് പറയണ കേട്ടു, എന്ന് ബുദ്ധിജീവി ഇരിഞ്ഞാലക്കുട രാജീവൻ. അപ്പം പ്രശ്നം തീർന്നു, എഴുതി വെച്ചു. അപ്പം ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ നടത്തിയത് നമ്മളിതൊന്നും വിചാരിച്ചിട്ടല്ല, ഇതൊരു ലഹരിയായിട്ട് ഇത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് സംഘിയായോ, ശങ്കരാചാര്യസ്വാമി ഒക്കെ സംഘികളുടെ വലിയ നേതാവായിട്ടാണ് കരുതുന്നത്. അങ്ങനെയുള്ള വെറും ഒരു ലാഘവമായൊരു ചോദ്യത്തോട് ചർച്ച വന്ന ഇപ്പൊ സൗന്ദര്യലഹരിയും സാഹിത്യ മണ്ഡലവും എന്ന് പറഞ്ഞൊരു വിഷയം എടുത്തപ്പോൾ തെക്കേ അമ്പാടി മീനാക്ഷി അമ്മ, അവരൊരു സാഹിത്യകാരി, ഇപ്പം അങ്ങ് പറഞ്ഞു വിദുഷിയാണ്, അറിയുന്നവർക്കറിയാം, കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ, ഇങ്ങനെയുള്ള എത്രയോ പേര്. ഇപ്പോൾ ചിത്രകലാ മേഖലയിൽ രാജാരവിവർമ്മ സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്നു, കേരള പാണിനി, കേരള കാളിദാസൻ, അങ്ങനെ ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ സാഹിത്യത്തിൻ്റെ പ്രഭുത്വം. അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിന് ഏകദേശം നഷ്ടപ്രായമായിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനം അതൊക്കെയല്ലേ നമ്മൾ വേണ്ടത്. നേരെ മറിച്ച് ഇപ്പം രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ വിഷയമാക്കി മാറ്റി കൂടുതൽ ധനാർജനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള തന്ത്രവും കുതന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ സാരാംശം സ്വീകരിക്കാനോ അത് രുചിക്കാനോ ആൾക്കാരുടെ എണ്ണം കുറയും. അല്ല, അതാണ് സനാതനധർമ്മശാസ്ത്രം തപസ്വാധ്യായ നിഷ്ഠമായി പഠിക്കുക, അല്ലേ?
അതെ. സ്വാധ്യായാൽ ന പ്രമദിതവ്യം. അതെ, സ്വാധ്യായത്തിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുതെന്നാണ് പറയാം. അങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ. ഈ ചോദ്യമാണ് പണ്ടൊക്കെ ഈ കോൺവക്കേഷൻ എന്ന് പറയുന്നത് ഗുരുകുലത്തിൽ സ്നാതകർമ്മം എന്നാണ് അതിന് പറയുക. അത് കഴിഞ്ഞിറങ്ങുമ്പം അങ്ങീ പറഞ്ഞത് സ്വാധ്യായത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുതേ എന്നാണ് ആചാര്യൻ ശിഷ്യനോട് പറയുന്നത്. ഈ നമ്മുടെ മലയാള സാഹിത്യ മേഖലയിൽ ഇപ്പം തപസ്വാധ്യായ നിഷ്ഠ ഉള്ള ആൾക്കാരുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ സൗന്ദര്യലഹരി ആയാലും രാമായണമായാലും ഭാഗവതമായാലും നാരായണീയമായാലും പിന്നെ ഉപനിഷത്തിൻ്റെ കാര്യം പറയണ്ട, ഇങ്ങനെ ഒരു ഗൗരവതരമായൊരു പഠനം തപസ്സും സ്വാധ്യായവും സാധനാബലവും ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇത് കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല പോകുന്നത്, സമൂഹത്തിൻ്റെ എല്ലാ ദിശകളിലേക്കും പോകുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഉയർത്തിയത്. അത് ഇത്തരം പഠനങ്ങളിലൂടെയാണ് നമുക്ക് സംസ്കാരം ആർജിക്കുന്നത്. അത് വളരെയധികം ഈ ചോദ്യം വെറും സാധാരണ തലത്തിൽ നിന്ന് പോയ അതിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്ന ഈ സംവാദത്തിൽ നിന്നുണ്ടായ ചർച്ച അതിപ്പോൾ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതങ്ങനെ ഏറ്റെടുക്കട്ടെ. ഈ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് എത്തേണ്ടിടത്തൊക്കെ എത്തി കൊള്ളേണ്ടിടത്തൊക്കെ കൊണ്ടു. എന്തായാലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ഒരു നല്ല നമസ്കാരം പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു വലിയ പ്രയത്നമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെ. സൗന്ദര്യലഹരി പോലെയുള്ള മഹത്തായ കൃതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാനും ഒരാർജവം വേണം. അത് ആ ആർജവം അദ്ദേഹം കാണിക്കുന്നു. മറ്റ് അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതിനകത്ത് മോശമൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.